ഫുഡ് തേടി ഇറങ്ങിയേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ സീപോർട്ട് എയർപോർട്ട് റോഡാണ്. എറണാകുളത്ത് സീപോർട്ട് എയർപോർട്ട് റോഡിലെ സൈഡിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് എക്സാക്ട് പ്ലേസ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഇവിടെ BMC ആണ്, ഭാരത് മാതാ കോളേജ്. പിന്നെ ഇപ്പോഴത്തെ സൺറൈസ് ഹോസ്പിറ്റലുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും ഒരു ഹോട്ടലുണ്ട്, മാമാ മിയ. ഈ മാമാ മിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് കണ്ടിട്ട് നല്ലൊരു പോഷ് ലുക്കാണ്. പുറത്തുനിന്ന് നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഉള്ളിൽ കയറിയിട്ട് അറിയാം. അതിനു മുന്നേ ഇത് നമ്മുടെ സിദ്ദിഖില്ലേ, നടൻ സിദ്ദിഖ് സാറിൻ്റെ ഹോട്ടലാണ്. അപ്പോൾ ഇവിടെ എന്താണ് ഭക്ഷണം, എങ്ങനത്തെ ഭക്ഷണങ്ങളാണ്, എന്താണ് ഇതിൻ്റെ ഉള്ളിൽ, എല്ലാം നമുക്ക് ഉള്ളിൽ കയറിയിട്ട് അറിയാം. വാ. കയറുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, ഒരു ഫ്രഞ്ച് ഫീലാണ്. ഇത് ഇവിടെ തന്നെ. നമസ്കാരം, രഞ്ജിത്ത് സാർ ഇവിടെ നമ്മുടെ GM അല്ലേ? അതെ. ഇത് നമ്മൾ എത്ര നാളായി ഇത് മാമാ മിയ തുടങ്ങി? നമ്മൾ കഴിഞ്ഞ ജനുവരി 26 ഓപ്പൺ ചെയ്തു. ഈ ജനുവരിക്ക് ഒരു വർഷം തികയാണ്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ സിദ്ദിഖിക്കയുടെ ഹോട്ടൽ. അതെ, സിദ്ദിഖിക്കയുടെ ഒരു ഡ്രീമായിരുന്നു ഇത്. ഹോട്ടൽ സിദ്ദിഖിക്കയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ് ആളുകൾക്ക് ഫുഡ് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് സാറിനൊരു ഹോട്ടൽ തുടങ്ങണം എന്നുള്ള ആഗ്രഹമാണ് സാറ് സഫലീകരിച്ചത്. അപ്പോൾ എന്താ ഇങ്ങനെ ഒരു കൺസെപ്റ്റ്, എന്താ പറയുക, മാമാ മിയ എനിക്ക് കണ്ടപ്പോൾ തോന്നിയെന്ന് പറഞ്ഞാൽ ഫുഡ് കോർട്ട്സ്. അതെ. എന്താ ഇങ്ങനെ ഒരു കൺസെപ്റ്റ്? മാമാ മിയ എന്ന് പറഞ്ഞ പേര് സാറിൻ്റെ മകൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് സെലക്ട് ചെയ്തതാണ് ശരിക്കും മാമാ മിയ. പിന്നെ അതിൻ്റെ മീനിങ് വന്നപ്പോൾ സാറിന് ഭയങ്കര ഇഷ്ടമായി. എന്താണ് മാമയുടെ മീനിങ്? അമ്മ എന്നുള്ള അത്ഭുതത്തിൽ വിളിക്കുന്ന ഒരു ഇതാണ്. അതെ. അപ്പോൾ അതിനകത്ത് അത് സാറിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് പേര് വന്നത്. പിന്നെ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ചെയ്യണം എന്നുള്ളത് സാറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഫ്രണ്ടിൽ വന്നപ്പോൾ ഒരു ഫ്രഞ്ച് റെസ്റ്റോറൻറ്റ്, ഇറ്റാലിയൻ ആ ഒരു സ്പേസ് ആണ്, ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഡോർസ് ആയാലും ഒരു ക്ലാസി ഗ്രീൻ കൊടുത്ത് ചെയ്യുന്നുണ്ട്. അതൊക്കെ സാറിൻ്റെ ഒരു പ്രത്യേക ഇഷ്ടങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിനൊരു നല്ല കളർഫുള്ളായിട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ ഇവിടെ മാമാ മിയയിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ, അതായത് എങ്ങനത്തെ തരം ഫുഡ്? മാമാ മിയയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാ വെറൈറ്റികളും ഗസ്റ്റിന് കിട്ടണം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിച്ചിരിക്കുന്നത്. അതായത് ചൈനീസ്, ഇന്ത്യൻ, ഫ്രൈഡ് ചിക്കൻ, ബർഗർ, പിസ്സ എല്ലാം ഉണ്ട്. നാടൻ, അതേപോലെ ജ്യൂസിൽ തന്നെ 150 വെറൈറ്റി ജ്യൂസ്, ഷേക്സ്, ഐസ്ക്രീംസ്. അതെ, അങ്ങനെ എല്ലാ ഐറ്റവും. നമ്മൾക്ക് ഇപ്പോൾ ഇല്ലാത്ത കുസീൻ വല്ല തായി അങ്ങനെയൊക്കെ ഉള്ളൂ. ബാക്കി എല്ലാ കുസീനും നമ്മൾ ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഗസ്റ്റ് റിക്വസ്റ്റ് ഏത് കുസീൻ വേണമെങ്കിലും ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. നമ്മൾ ഗസ്റ്റ് റിക്വസ്റ്റ് എല്ലാം ചെയ്തു കൊടുക്കുന്നു. അലാക്കാട്ട് എന്ത് ചോദിച്ചാലും ഒരുവിധം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. തീർച്ചയായും. ഇങ്ങനെ കൗണ്ടേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യും. കൗണ്ടേഴ്സ് ആയിട്ട് നമുക്കുള്ളത് 5 കൗണ്ടറാണ്. അതിൽ ഒന്ന് ചൈനീസ് ഹോട്ട് ആൻഡ് സോർ എന്ന് പേര്. പിന്നെ രണ്ടാമത്തെ കൗണ്ടർ ഫോർക്ക് ആൻഡ് നൈഫ്. ഫോർക്ക് ആൻഡ് നൈഫിൽ ഫ്രൈഡ് ചിക്കൻ, ബർഗർ, പിസ്സ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഈ ഒരു കൗണ്ടറിനായാലും ആ ഒരു കൗണ്ടറിനായാലും. ഈ കൗണ്ടർ എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്തുകൊണ്ടാണ് നമ്മളിവിടെ? അത് സാറിൻ്റെ ഒരു യൂറോപ്യൻ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞില്ല. അപ്പോൾ സെൽഫ് സർവീസ് ആണ് സാറ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഡബിൾ സർവീസ് അല്ല, ശരിക്കും സെൽഫ് സർവീസ് കൗണ്ടറുകളാണ്. ഫുഡ് കൗണ്ടറായിട്ട് തന്നെ, ഫുഡ് കോർട്ടായിട്ട്. ഞാൻ ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ള, നമ്മൾ അവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഫ്രണ്ടിൽ പോയി ഇന്ന് നമുക്ക് ഇന്നത് വേണം എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു പോയി കഴിക്കുക. ആ ഒരു കൺസെപ്റ്റ്. ഇപ്പോൾ നമ്മുടെ ഫോർക്ക് ആൻഡ് നൈഫായി. പിന്നെ ഇവിടെ സോൾട്ട് ആൻഡ് പെപ്പർ വരുന്നത്. സോൾട്ട് ആൻഡ് പെപ്പർ ഇവിടെ നമ്മൾ ഇത് നമ്മുടെ ഇന്ത്യൻ ആയിരിക്കും. ഇത് ഇന്ത്യൻ കൗണ്ടറാണ്. സോൾട്ട് ആൻഡ് പെപ്പർ. അതെ, സോൾട്ട് ആൻഡ് പെപ്പർ ഇന്ത്യൻ കൗണ്ടറാണ്. ഇതിനകത്ത് തന്തൂർ ഐറ്റംസ്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത 12 to 11 ആണ് നമ്മുടെ വർക്കിംഗ് ടൈം. ഓക്കെ. അതിൽ 12 to 11 നൈറ്റ്. അതിനകത്ത് 12 o'clock മുതൽ തന്നെ തന്തൂർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം തന്നെ ഒരു ടോക്കൺ വെച്ചിട്ടാണ് നമ്മൾ സെൽഫ് സർവീസ്. നമ്മൾ പോയി ഓർഡർ ചെയ്യും, പോയിരിക്കും, കുറച്ച് റെസ്റ്റ് എടുക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ടോക്കൺ വിളിക്കും. ഫുഡ് ആകുമ്പോൾ നമ്മൾ പോകും, വാങ്ങിക്കും, വീണ്ടും പോയി കഴിക്കും. പൈസ എപ്പോഴാണ് കൊടുക്കുന്നത്? പൈസ ആദ്യം തന്നെ കൊടുക്കണം. അതാണ് സെൽഫ് സർവീസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പൈസ ഇല്ലാത്തവർ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലാവും. പിന്നെ ഈ കൗണ്ടറിലുള്ള പ്രത്യേകത നമ്മൾ ഫിഷ് ലൈവായിട്ട് ചെയ്യും. ഫിഷ് ലൈവാണല്ലേ? ഇവിടെ നോക്ക്, നമ്മുടെ ഇവിടെ ഫിഷ് ലൈവാണ്. അതെ, നമ്മുടെ കരിമീനുണ്ട്, ഞണ്ട്, പ്രോൺസ് ഉണ്ട്, നമ്മുടെ ഞണ്ടുണ്ട്, ക്രാബുണ്ട്, ഇപ്പോൾ ബിരിയാണി. പിന്നെ നമ്മളുടെ ഒരു പ്രത്യേകതയാണ് ഈ ഫിഷിൽ 3 മസാലകൾ, ചോയ്സ് ഓഫ് മസാല ആൻഡ് ചോയ്സ് ഓഫ് പ്രിപ്പറേഷൻ ആസ് പെർ ഗസ്റ്റ് റിക്വസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു ഗസ്റ്റ് ചോയ്സ് മസാല. ഇതൊക്കെ ഇപ്പോൾ എന്താണ് സ്പെഷ്യൽ? റെഡ് മസാല നല്ല സ്പൈസി ആയിരിക്കും.
ഗ്രീൻ മസാല ആകുമ്പോൾ ഗ്രീൻ ചില്ലി, മിൻറ്റ്, കൊറിയാൻഡർ ഒക്കെ വരുന്നതാണ്. പിന്നെ വൈറ്റ് മസാല ആകുമ്പോൾ പെപ്പർ, സോൾട്ട്, ലൈമും മാത്രം വേറെ ഒന്നുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടം, ഓരോരുത്തരുടെ ടേസ്റ്റ് അങ്ങനെയാണ്. പിന്നെ എന്താ ചാർക്കോൾ ഗ്രില്ല്, തവ പ്രിപ്പറേഷൻ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പൊള്ളിച്ചത്, ഡീപ് ഫ്രൈ, സ്റ്റീവിങ് എല്ലാം ഉണ്ട്. ഇഷ്ടം നമുക്ക് എന്താ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് പറയണം. ഇപ്പൊ ഇത് നമ്മുടെ നാടൻ കൗണ്ടർ കൂടെ ആണോ? അല്ല, നാടൻ കൗണ്ടർ തൊട്ടടുത്തത് അടുത്താണ് ഫ്രൈസ് ആൻഡ് സ്പൈസ്. അപ്പൊ നമുക്ക് വേണ്ടതാണ്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മുടെ നാടൻ ഫ്രൈസ് ആൻഡ് സ്പൈസ് എന്ന് പറയുന്ന ഈ കൗണ്ടറാണ് നമ്മുടെ നാടൻ കൗണ്ടർ. നാടൻ എത്തുമ്പോൾ തന്നെ ചിക്കൻ കറിയുടെ ഒക്കെ മണം വരുന്നുണ്ട്. നമ്മൾ എല്ലാ കാട, മുയല്, താറാവ്, ഇറച്ചി, ബീഫ് ഇടിച്ചുലർത്ത്, മാമാമിയ സ്പെഷ്യൽ മീൽസ്. ഇവിടുത്തെ ഓൾറെഡി ഇത് കരിമീൻ അല്ല ഫ്രൈ ഉണ്ട്. നത്തോലി, അയില പൊള്ളിച്ചത് നമ്മളുടെ ഒരു പ്രത്യേകതയാണ്. അയില പൊള്ളിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും അവിടുന്ന് കരിമീൻ വേണമെങ്കിൽ ഇങ്ങോട്ട് എടുത്തിട്ട് ഇവിടെ ചെയ്തു കൊടുക്കും. പിന്നെ ഗസ്റ്റ് റിക്വസ്റ്റ് കോഴി നിറച്ച് പൊരിച്ചത് നമ്മൾ ചെയ്തു കൊടുക്കലുണ്ട്. കോഴി നിറച്ച് പൊരിച്ചത്, ആവോലി നിറച്ച് ചുട്ടത്, അതൊക്കെ ഗസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുസൈൻസിലും നമുക്ക് എന്ത് വേണമെന്ന് ഗസ്റ്റ് പറയാം. അതെ, നമുക്ക് പറയാം, പറഞ്ഞാൽ മതി. അത് ഇഷ്ടമുള്ള നമുക്ക് ഉണ്ടാക്കി തരും. ഇത് എല്ലാത്തിലും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മളവിടെ കിച്ചണിൽ വെച്ചേക്കുന്നത് എല്ലാ രീതിയിലും. കാരണം നമ്മളുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഗസ്റ്റിന്റെ സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും അത് തന്നെയാണ് വേണ്ടത്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഗസ്റ്റ് നന്നായിട്ട് കഴിക്കുക, നന്നായിട്ട് പോവുക, ഇത് തന്നെയാണ് എല്ലാത്തിനും വേണ്ടത്. നമുക്കിനി നമ്മളുടെ മെനു എന്ന് പറയുന്നത് നമ്മൾ ഗസ്റ്റിന് വെച്ചിരിക്കുന്നേ ഉള്ളൂ. ഗസ്റ്റിന് എന്ത് വേണമെങ്കിലും നമ്മളുടെ റോ മെറ്റീരിയൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ഒരു പേരിന് മെനു എന്ത് വേണം ചോദിക്കുക, അവൈലബിൾ ആയിരിക്കും മിക്കവാറും. ഒരുവിധം എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കാൻ തോന്നണം. നമുക്ക് കിച്ചണിൽ പോയി സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കാം. അതെ, സ്റ്റാർട്ട് ചെയ്യാം. അതെ, ഓക്കെ, അങ്ങോട്ട് പോകാം. കിച്ചൺ എംപ്ലോയീസ് ഓൺലി, അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും പോലെ കിച്ചൺ കാണാം. കിച്ചൺ കാണാം. ഇതാണ് കിച്ചൺ സ്റ്റാർട്ടിങ്. കിച്ചൺ ഇവിടെ ഡിഷ് വാഷ് എല്ലാം ഇതെല്ലാം വരുന്നു. ഇവിടെയാണ് നമ്മുടെ കിച്ചണിലെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഷെഫ് രതീഷ്. നമസ്കാരം, രതീഷ്. അപ്പോൾ രതീഷ് എന്നാണ് നമ്മുടെ ഇവിടുത്തെ ഷെഫ്. മെയിൻ ഷെഫ് ഇദ്ദേഹമാണ്. നമുക്ക് ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത് ഷെഫ് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ബീഫും കായം വരട്ടിയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങ് ഏറ്റെടുക്കട്ടെ. അപ്പോൾ നമുക്ക് കഴിക്കാൻ. അപ്പോൾ നമുക്ക് രതീഷേട്ടാ സ്റ്റാർട്ട് ചെയ്യാം. എവിടെയാണോ വെച്ചാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പുറത്ത് പോയി എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും.